ഹലോ ഗൈസ്, അപ്പം നമ്മൾ മൂന്നാർ റോട്ടിൽ നിന്ന് മേളിലോട്ട് കയറുവാണ്. നമ്മളെങ്ങോട്ടാ കയറുന്നത്? മട്ടവട. കാഴ്ച കാണിച്ചാൽ കേട്ടോ. കൊള്ളാലേ ഗൈസ്, ഉണ്ടോ? ഇഷ്ടംപോലെ കടകൾ, കുറെ കടകളുണ്ട്. ഭയങ്കര ട്രെൻഡാണ് ഈ സ്ഥലത്ത്. എല്ലാരും ഫോട്ടോ എടുക്കണം കേട്ടോ. ഈ ഏരിയയില് കൊറേ കടകൾ തുറക്കാനുണ്ടല്ലേ. അയ്യോ, കൊടും ബ്ലോക്കാണ് ഗൈസ്. കാറിന്റെ ഫ്രണ്ടില് കാറോ? കല്യാണത്തിന് പോണം ബസ്. അത് തമിഴ്നാട് വണ്ടിയല്ലേ? ഈ വ്യൂ കൊള്ളാട്ടോ. ഹായ് കുതിര. ഫോട്ടോ എടുക്കാനൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. പൊന്നിയേട്ടാ, താനോടെ മുമ്പിൽ കയറി എനിക്ക് എന്റെ പുറകെ കിടന്ന് കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വലിയ വണ്ടിക്കാർ മൊത്തം മുമ്പിൽ കയറി കഴിഞ്ഞാൽ ഇവര് എരിഞ്ഞ് ഈ ഏറ്റവും മൊത്തം കയറിപ്പോളും. നമ്മൾ പിന്നെ ഇതിന്റെ പുറകെ പയ്യെ നടക്കണം. എന്നാൽ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ തരത്തില്ല. ഇപ്പൊ ഈ ബസ് എത്ര നേരമായി ഈ ബസിന്റെ പുറകെ നമ്മൾ പോകണം. ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ തരത്തില്ല. അവൻ എത്ര സ്പീഡിലാണ് പോണത്? അതാണ് പ്രശ്നം. മറ്റേ KSRTCയിലെ മറ്റേ ഇതായിരുന്നത്, മറ്റേ നമ്മുടെ റിസർവ്ഡ് ട്രിപ്പ് ഇല്ലേ, മറ്റേ പാക്കേജ് പോലെ. അത് ഭയങ്കര ലാഭാ. നമുക്കിപ്പം നമ്മുടെ അവിടെ നിന്നൊക്കെ മറ്റേ മൂവാറ്റുപുഴ അല്ലെങ്കിൽ മറ്റേ അങ്ങനെ ഓരോ ഡിപ്പോന്ന് പാക്കേജ് ആയിട്ട് അവർ ഓടുന്നുണ്ട് ഓരോ ദിവസങ്ങളിൽ. ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ഞായറാഴ്ച, അങ്ങനെ രാവിലെ പോന്നിട്ട് ചിലപ്പോൾ മറ്റേ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് മറ്റേ ഫുഡ് കഴിക്കാൻ അവർ കറക്റ്റായിട്ട് ഓരോ സ്ഥലങ്ങൾ നിർത്തും. ഓരോ സ്ഥലങ്ങളിൽ മറ്റേ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുത്തുന്ന ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജ്. അത് എമൗണ്ട് ഒന്നും എനിക്കറിയത്തില്ല. 500 രൂപ 600 രൂപ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ട്രൈ ചെയ്തിട്ടില്ല. ഈ സോളോ ആക്കിയിട്ട് പോണ ആൾക്കാർക്കുണ്ടല്ലോ, ഒരു ടെൻഷൻ ഇല്ലാണ്ട് ചുമ്മാ KSRTC ബസ്സിലും കയറി ഇരുന്നാ മതി. പക്ഷെ ഇവിടെ ഗ്യാപ്പ് റോഡിലാണ് ശരിക്കും പറഞ്ഞ ഒരു മറ്റേ വിഷ്വൽ എഫക്ട് കിട്ടുന്നത്. വട്ടവട റൂട്ടായ കാരണം ഇവിടെ അങ്ങനെ വലിയൊന്നുമില്ല. വട്ടവട ചെന്ന് കഴിഞ്ഞാൽ വേറൊരു ഗ്രാമീണ ഭംഗിയാണ്. വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇവിടെ ചാർലി പറയണല്ലേ, ഇവിടെ 150 കിലോമീറ്റർ ഉള്ളൂ വട്ടവട എന്ന് പറഞ്ഞ പോലെ. വട്ടവടക്ക് ഡയലോഗ് അടിച്ചല്ലേ, അതൊക്കെ നമ്മളൊക്കെ പറ്റുന്ന കാര്യങ്ങള്. നമുക്ക് വീഡിയോഗ്രാഫിക്കും ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. നല്ല റോഡ് കാണുമ്പോ ബസ്സുകാരൻ പറഞ്ഞാൽ മതി, റീച്ച് ആവും. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടാ മതി. അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞതല്ല, മറ്റല്ലേ റീച്ച് ആയി കഴിയുമ്പോഴത്തേക്കും മറ്റേ ഞങ്ങള് കുറ്റമായിട്ട് പറഞ്ഞതല്ല. പക്ഷെ നമ്മുടെ അന്നേരത്തെ ബുദ്ധിമുട്ട് കാരണം പറഞ്ഞതാണ്. ഒരു ഗ്യാപ്പ് കിട്ടി കയറി പോവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം ഞങ്ങളിപ്പോ രണ്ടുപേരൊരു കാറിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കൂളായിട്ട് പോകാൻ പറ്റും. മുമ്പിൽ പോണ 2 വണ്ടി, ഇപ്പൊ ടാക്സി വണ്ടി, മുമ്പിൽ പോണ വണ്ടിയാണേലും ഫുൾ ലോഡാ. ബുദ്ധിമുട്ടാവണ്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ്. വിഷമാവരുത്. വളവായാറല്ലേ ഈ ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ കയറി പോവായിരുന്നു. ഇവിടെ മനസ്സിലാണ്. അത് വീണ്ടും കുതിര. ഇഷ്ടംപോലെ കുതിരയാണല്ലോ ഇവിടെ. വാഗോണ്ട് അത്ര കുതിര ഇല്ല. കുതിര മൂന്നാറിൽ ഇപ്പൊ മറ്റേ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളിൽ കണ്ടോ? ഇൻഡിക്കേറ്റർ കുറെ നേരമായി. ഓപ്പോസിറ്റ് വണ്ടി വരുവാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും. ബൈക്കുകാരൻ ചേട്ടൻ എന്തിനാണാവോ മുമ്പിൽ